ചോദിച്ചു, എനിക്ക് വിശന്നാൽ നിന്നോട് ചോദിക്കുമോ? കാട്ടിലെ കാളുകളൊക്കെ ഞാൻ ഉണ്ടാക്കിയതല്ലേ? എനിക്ക് ദാഹിച്ചാൽ നിന്നോട് ചോദിക്കുമോ? ഈ നദികളൊക്കെ ഞാൻ ഉണ്ടാക്കിയതല്ലേ? അവിടെ ചോദിച്ചു, നീ കഴിക്കുന്ന യാഗം എങ്ങനെയുള്ളത്? എനിക്ക് നീ കഴിക്കേണ്ടതാണ് പറഞ്ഞത്. ദൈവത്തിന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ മനുഷ്യനുണ്ടാക്കി വെച്ചിരിക്കുന്ന ഏടാകൂടങ്ങളാണിതെല്ലാം. അത്രയും പറഞ്ഞ് ഞാൻ ഈ ഭാഗം വിടുകയാണ്. ഒരു ചുരുക്കി പറഞ്ഞാൽ ദൈവം ഉണ്ടാക്കാത്ത പ്രസ്ഥാനങ്ങളാണിത്. എന്നാൽ ഇങ്ങനെ പാപികളായ ജനകോടികൾ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുള്ളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. എല്ലാം തോൽക്കുമ്പോൾ ദൈവത്തിങ്കിലേക്ക് തിരിയുമ്പോൾ ദൈവം പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. അങ്ങനെ ലോകചരിത്രത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ജനിച്ച് വന്ന ഒരേ ഒരു വ്യക്തിയാണ് യേശു ക്രിസ്തു. ഇനി ഞാൻ അടുത്ത മൂന്നാമത്തെ കുറിപ്പിലേക്ക് വരികയാണ്. ഒന്ന്, ഞാൻ പറഞ്ഞു മനുഷ്യൻ. രണ്ട്, പാപിയായ മനുഷ്യനും പരിത്രാണന താല്പര്യവും. മൂന്ന്, പാപിയെ രക്ഷിക്കുവാൻ വന്ന രക്ഷകൻ. ലോകത്തിൽ ഇതാ വരുന്നു ഒരു മനുഷ്യൻ, ഇതാ വരുന്നു ആ മനുഷ്യൻ ആരാണ്? ആ കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ മനുഷ്യനായി അവതരിച്ചവനാണ്. മഹാദൈവത്തിൻ്റെ മകനീയ പുത്രനായിരുന്നവൻ മനുഷ്യനായി ലോകത്തിൽ അവതരിക്കുകയുണ്ടായി. ഇവിടെ മുസ്ലിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അപ്പോൾ ദൈവം കല്യാണം കഴിച്ചിട്ടുണ്ടോ? അള്ളാഹു കല്യാണം കഴിച്ച് ഒരു ഉമ്മയിലുണ്ടായ കുട്ടിയാണോ ഈസ? അതുകൊണ്ടാണ് നിങ്ങൾ ഈസായെ ദൈവപുത്രൻ എന്ന് വിളിക്കുന്നത്? ഞങ്ങൾ പറയുന്നില്ല. ദൈവമാണെങ്കിൽ കല്യാണം കഴിക്കുകയില്ല. ഈവയാർ പെരിയാർ തമിഴ്നാട്ടിലെ സിദ്ധനാണ്. അദ്ദേഹം ചോദിച്ചു, കടവുൾ എന്നാൽ അവനക്ക് പെണ്ടാട്ടിയുള്ള ഇരിക്കക്കൂടാം. ദൈവമാണെങ്കിൽ അവന് ഭാര്യയും മക്കളും ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ഇന്ത്യയിലെ ദൈവം ഭാര്യയും മക്കളും ഇല്ലാത്ത എത്ര ദൈവങ്ങളുണ്ട്? എല്ലാത്തിനും ഭാര്യയും മക്കളുമുണ്ട്. ഇനി ഖുർആൻ വായിച്ചു നോക്ക്, അള്ളാഹുവിനും ഭാര്യയും മക്കളുമുണ്ട്. ഈ ബൈബിൾ പറയുന്ന യഹോവയ്ക്ക് ഭാര്യയും മക്കളുമില്ല. പിന്നെ അക്ബറും കൂട്ടരും മുസ്ലിങ്ങളും ചോദിക്കുന്നത്, എങ്ങനെയാണ് അള്ളാഹു കല്യാണം കഴിക്കാതെ ഈ ഈസ ഉണ്ടായത്? കല്യാണം കഴിച്ചുണ്ടായെന്നല്ല ഞങ്ങൾ പറയുന്നത്. ഞാനതിന് എളുപ്പം മനസ്സിലാകുന്നൊരു മറുപടി പറയാം. നമ്മൾ മഹാത്മാഗാന്ധിയെ വിളിക്കുന്നത് ആരെന്നാണ്? രാഷ്ട്ര പിതാവ്. ഇന്ത്യയെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? ഭാരത മാതാ. അപ്പോൾ നമ്മളെക്കുറിച്ച് നമ്മൾ അഭിമാനിക്കുന്നതാണ് ഭാരതത്തിൻ്റെ മക്കൾ. അതിൻ്റെ അർത്ഥം എന്താണ്? മഹാത്മാഗാന്ധിയാകുന്ന രാഷ്ട്രപിതാവിന് ഭാരതമാകുന്ന അമ്മയെ ജനിച്ച കുട്ടികളെന്നാണ് അതിനർത്ഥം. ഇതുപോലെ യേശുക്രിസ്തുവിനെ ദൈവപുത്രൻ എന്ന് വിളിച്ചാൽ അള്ളാഹു കല്യാണം കഴിച്ച് ഉമ്മയിലുണ്ടായ കുട്ടി എന്ന അർത്ഥമില്ല. പിന്നെ ബൈബിൾ പറയുന്ന യഹോവ കല്യാണം കഴിച്ചിട്ടുള്ളവനുമല്ല. അതുകൊണ്ട് ആ അർത്ഥത്തിലല്ല ഞങ്ങൾ പറയുന്നു എന്ന് മനസ്സിലാക്കണം. രണ്ടാമത്, യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ അവൻ കേവലം മനുഷ്യനെന്നാണ് മുസ്ലിം പറയുന്നത്. പ്രവാചകൻ. യേശുക്രിസ്തു കേവലം പ്രവാചകനല്ല, പ്രവാചകന്മാരേക്കാൾ വലിയവനാണ്. ഖുർആൻ മാത്രം മതി എനിക്ക് യേശുക്രിസ്തുവിന്റെ ദൈവത്വം തെളിയിക്കാൻ. വേറൊന്നും ബൈബിൾ വേണ്ട. അതും ബൈബിൾ ഖുർആൻ എന്താണ് പറയുന്നത്? യേശുക്രിസ്തു പ്രവാചകനായ മുഹമ്മദിനേക്കാൾ വലിയവനാണ്. മുസ്ലിങ്ങൾ പറയുന്നത് ഈസാ നബി ആരാണ്? അദ്ദേഹം മനുഷ്യ പ്രവാചകനാണ്. പക്ഷേ ഈസാ നബി പ്രവാചകന്മാരെ കളിവനാണ്. ഖുർആൻ പറയുന്നത് പ്രവാചകന്മാർക്കിടയിൽ ഞങ്ങളൊരു വ്യത്യാസവും വെച്ചിട്ടില്ല ഖുർആൻ. അപ്പോൾ തന്നെ ഉണ്ടെന്ന് കൃഷ്ണൻകുട്ടി ഖുർആൻ വെച്ചുകൊണ്ട് ഞാൻ പറയുന്നു, ദൈവം വ്യത്യാസം വെച്ചിട്ടുണ്ട്. മുഹമ്മദിനേക്കാൾ ഏതെല്ലാം നിലയിലാണ് വ്യത്യാസം? മുഹമ്മദിന് മാതാവും പിതാവും ഉണ്ടായിരുന്നു. നേരെ മറിച്ച് ഖുർആൻ തന്നെ പറയുന്നു, അള്ളാഹുവിന് ഈസാ നബിക്ക് പിതാവില്ലാതെ ജനിച്ചവനാണ്, അതുകൊണ്ട് അദ്ദേഹം മകനാണ്. രണ്ട്, ഈസാ നബി എങ്ങനെയാണ് ജനിച്ചത്? ഈസാ നബി പരിശുദ്ധാത്മാവിനാൽ ജനിച്ചു എന്ന് ബൈബിൾ പറയുമ്പോൾ ഖുർആൻ പറയുന്നു പരിശുദ്ധാത്മാവിനാൽ പിൻബലം ലഭിച്ചു എന്ന്. മൂന്നാമത്, ഈസാ നബി ധാരാളം അത്ഭുതം ചെയ്തിട്ടുണ്ട് എന്ന് ഖുർആൻ തന്നെ സമ്മതിക്കുന്നു. കളിമണ്ണ് കൊണ്ട് പക്ഷികളെ ഉണ്ടാക്കി അതിൽ ഊതി ജീവൻ കൊടുത്തു വിട്ടു എന്നും വെള്ളപ്പാണ്ടുകാരനെ സൗഖ്യമാക്കി എന്നും മരിച്ചവർ ഉയർപ്പിച്ചു എന്നും ഒക്കെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഈസാ ചെയ്തതാണ്. മുഹമ്മദിനോട് അറബികൾ പറഞ്ഞു, നീ ഇതുപോലെ ഒരു അത്ഭുതം ചെയ്താൽ അംഗീകരിക്കാം. നീ ഒരു കാര്യം ചെയ്യണം, ആകാശത്തിൽ നിന്ന് ഒരു ഭക്ഷണത്തളി ഇറക്കി തരിക. അല്ല എന്ന് പറഞ്ഞാൽ ഈ മരുഭൂമിയിലുള്ള ഒരു പുഴ ഒഴിയിക്കണം, ഒരു അരി പുറപ്പെടുവിച്ചാൽ മതി. ഇതുമില്ലെങ്കിൽ നീ കുതിരപ്പുറത്ത് കയറി ആകാശത്തിലേക്ക് പോയാൽ ഞങ്ങൾ നിന്നെ അംഗീകരിക്കാം. ഉടനെ മുഹമ്മദ് പറഞ്ഞു, ഞാനൊരു മനുഷ്യൻ മാത്രമാണ്, മനുഷ്യ പ്രവാചകനാണ്, ഇതൊന്നും ചെയ്യാൻ എനിക്ക് കഴിവില്ല. അപ്പോൾ കഴിവില്ലെങ്കിൽ പിന്നെ അവനെ അങ്ങനെ പറഞ്ഞാൽ മതി. നേരെ മറിച്ച് ഇതേ ഖുർആനല്ലേ പറയുന്നത് ഈസാക്ക് സൃഷ്ടിക്കാൻ കഴിവുണ്ടെന്ന്. അപ്പോൾ സൃഷ്ടികർത്താവിനെ ദൈവമെന്ന് വിളിച്ചാൽ തെറ്റെന്നാണ്. അതുകൊണ്ട് പ്രിയ സ്നേഹിതരെ, യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് അവിടുന്ന് മുഹമ്മദിനേക്കാൾ വലിയവനാണ്. മുഹമ്മദിനെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് ഇല്ലാത്ത പല സിദ്ധികളും യേശുക്രിസ്തുവിനുണ്ടായി. അതും പറയുന്നില്ല. ഈ ഖുർആനിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ഈസാ ചെയ്ത ഒന്നാമത്തെ അടയാളം ഏതാണ്? തൊട്ടിലേക്ക് കിടന്നുകൊണ്ട് സംസാരിച്ചു എന്നാണ്. അത് ഞങ്ങൾ പറയുന്നില്ല. തൊട്ടിലേക്ക് കിടന്നുകൊണ്ട് സംസാരിച്ചപ്പോൾ കിഴക്കിൻ്റെ വിദ്വാൻമാർ നമസ്കരിക്കാൻ വന്നപ്പോൾ തൊട്ടിലേക്ക് കിടന്ന് സംസാരിച്ചപ്പോൾ അവരെ പൊന്ന് മൂര് കുന്തിരിക്കമെല്ലാം കാഴ്ചവെച്ച് നമസ്കരിച്ചപ്പോൾ ഈസ പറഞ്ഞില്ല, എന്നെ നമസ്കരിക്കരുത്, ഞാൻ ദൈവമില്ല എന്ന് പറഞ്ഞില്ല. പക്ഷേ ആ നമസ്കാരമെല്ലാം ഏറ്റുവാങ്ങി.
അപ്പോൾ ഈസ തന്നെ സമ്മതിച്ചു ഞാൻ ദൈവമാണെന്ന്. പിന്നെ അത്ഭുതം ചെയ്യുന്നത് കൊണ്ടാണോ നിങ്ങൾ ഈസായെ ദൈവമാക്കുന്നതില്ല. ഒരു അത്ഭുതം ചെയ്തതുകൊണ്ട് ഞങ്ങൾ യേശുക്രിസ്തുവിനെ ദൈവമാക്കുകയില്ല. അതിന് ഉദാഹരണം ഇന്നലെ ഒരു പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞതാണ്. എൻ്റെ പ്രസംഗത്തിലെല്ലാം ഞാൻ അടുത്ത കാലത്ത് എല്ലായിടത്തും പറയുന്നതാണ്. കാരണം ഒരു അത്ഭുതം ചെയ്യുന്നതിന് ഞങ്ങൾ ഒരിക്കലും ദൈവമായിട്ട് അംഗീകരിക്കുകയില്ല. യേശുക്രിസ്തു 35 അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു എന്ന് ബൈബിൾ പറയുന്നു. അദ്ദേഹം ചെയ്ത അത്ഭുതങ്ങളിൽ ഒന്ന് 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചതാണ്. വളരെ സമ്മതിക്കാം. അതുപോലെയുള്ള അത്ഭുതം ഭഗവത്ഗീതയിൽ കൃഷ്ണൻ ചെയ്തിട്ടുണ്ട്. കൃഷ്ണനും കൂട്ടരും കൂടെ വിശന്ന് പൊരിഞ്ഞ് വരുമ്പോൾ പാണ്ഡവർ അജ്ഞാതവാസം അവിടെ കാട്ടിലിൻ്റെ അടുത്തെത്തിയപ്പോൾ കൃഷ്ണൻ പറഞ്ഞു പാഞ്ചാലിയ ഒക്കെ ഈ കാട്ടിലുണ്ട്, അതുകൊണ്ട് ഇവിടെ ചെന്ന് പാഞ്ചാലിയോട് ഭക്ഷണം ചോദിച്ചാൽ കിട്ടുമെന്ന്. അങ്ങനെ പാഞ്ചാലിയോട് കാട്ടിൽ ചെന്ന് കൃഷ്ണൻ ചോദിച്ചു, പാഞ്ചാലി വിശപ്പ് കലശൽ കൊടുക്കൂ ഭക്ഷണം. ഉടനെ പാഞ്ചാലി പറഞ്ഞു, ഭഗവാൻ കൃഷ്ണൻ, ഈ കാട്ടിൽ ഞങ്ങൾക്ക് ആകെ കൂടെ ഒരു അക്ഷയപാത്രമുണ്ട്, ഞാൻ പാത്രം കഴുകി വെച്ചാൽ ഭക്ഷണം കിട്ടുകയില്ല, ഞാനിപ്പോൾ കഴിച്ചതേ ഉള്ളൂ, പാത്രം കഴുകി വെച്ചതേ ഉള്ളൂ. കൃഷ്ണൻ, അല്ലയോ പാഞ്ചാലി വിശപ്പ് കലശൽ കൊടുക്കൂ ഭക്ഷണം. പിന്നെ ഈ പാഞ്ചാലി പറഞ്ഞു, ഭഗവാൻ പരീക്ഷിക്കരുത്. ഉടനെ കൃഷ്ണൻ പറഞ്ഞു, പാഞ്ചാലിയെ കഴുകി വെച്ച പാത്രം ഇവിടെ കൊണ്ടുവരൂ. പാഞ്ചാലി കഴുകി വെച്ച പാത്രം കൃഷ്ണന്റെ കൈ കൊടുത്തപ്പോൾ പരി നോക്കിയിട്ട് നമ്മുടെ പലരും കഴിയാലും പാത്രത്തിൽ അഴുക്ക് പോകാത്തതുപോലെ പാഞ്ചാലി കഴുകിയിട്ട് പോകാതെ വണ്ണം പറ്റിയിരുന്ന ചീരയിലയുടെ അറ്റമെടുത്ത് നാക്കിൻ്റെ അറ്റത്തൊന്ന് പറ്റിച്ചപ്പോൾ അദ്ദേഹത്തിന് നിറഞ്ഞു, കൂടെയുള്ളവർക്കും നിറഞ്ഞു. ഞാൻ ക്രിസ്ത്യാനിയോട് ചോദിച്ചു, നിങ്ങളുടെ ക്രിസ്തുവിന് 5 അപ്പവും 2 മീനും ഉണ്ടായിരുന്നു. അത് ക്രിസ്ത്യാനെ തോൽപ്പിക്കാൻ വേണ്ടി. ഇപ്പോൾ യേശു ക്രിസ്തു ഒരു അത്ഭുതം ചെയ്തത് കൊണ്ടല്ല ഞങ്ങൾ അവനെ ദൈവമാക്കുന്നത്. ഇവൻ 5 അപ്പവും 2 മീനും കൊണ്ട് എത്ര പേരെ പോഷിപ്പിച്ചു? മാക്സിമം 25,000 എന്ന് പറഞ്ഞാൽ 5000 പുരുഷന്മാർ, പിന്നെ അവരുടെ ഭാര്യമാർ 5000 ദമ്പതികൾ, 3 കുട്ടികൾ വെച്ച് കൂട്ടിയാൽ 15,000. അങ്ങനെ 25,000 പേരെ എത്ര നേരം കൊടുത്തു സഹോദര? എത്ര നേരം യേശു ക്രിസ്തു പോഷിപ്പിച്ചു? 25,000 പുരുഷന്മാരെ എത്ര നേരത്തേക്ക് കൊടുത്തു? ഒരു നേരം. അതായത് അപ്പുറത്ത് വേറെ തന്നിക്കൊണ്ട് വമ്പൻ അവധിപ്പുണ്ട്. 6 ലക്ഷം പുരുഷന്മാർ, അവൻ്റെ ഭാര്യമാർ, അപ്പോൾ 6 ലക്ഷം ദമ്പതികൾ. ഇന്നത്തെ പോലെ 4 നമുക്ക് 2 അവിടെയെല്ലാം 10, 15, 25 കുട്ടികൾ, ശരാശരി 10 വെച്ച് നോക്കാം. അങ്ങനെയാണെങ്കിൽ തന്നെ ഈ 6 ലക്ഷം ദമ്പതികൾക്ക് 60 ലക്ഷം, മൊത്തത്തിൽ ഇപ്പോൾ 72 ലക്ഷം ആള്. ഇത്രയും ആളുകൾക്ക് എത്ര കൊടുത്തു? മോശ ഇങ്ങനെ കൈ നീട്ടുന്നു, ആകാശത്തിലേക്ക് പോയി ഇറങ്ങുന്ന മണ്ണ് ഇങ്ങനെ കൈ നീട്ടുന്നു, ചെങ്കടലിലേക്ക് പാറിപ്പറന്നു വരുന്ന കാടപ്പക്ഷി. കാടപ്പക്ഷി എന്നൊക്കെ പറഞ്ഞാൽ വിശദീകരിക്കണമെങ്കിൽ അത് 1 മണിക്കൂർ എനിക്ക് വേണം. കാടപ്പക്ഷിയെക്കുറിച്ച് സിദ്ധവേദത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടെന്ന് കൃഷ്ണൻകുട്ടി മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ നേത്തരമായത് കൊണ്ട് തന്നെ പോറ്റി. അതുകൊണ്ട് അവിടെ 60 എത്ര വർഷം മോശയെ മരുഭൂമിയിൽ എത്ര വർഷമാണ് ഇവരെ പോറ്റിയത്? യേശുക്രിസ്തു ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തു. മോശ എത്ര വട്ടം? 6 ലക്ഷം ആളുകൾ എന്ന് പറഞ്ഞാൽ 70 ലക്ഷം ആളുകൾ 40 വർഷം തീറ്റിപ്പറ്റി. ഒരു അത്ഭുതം ചെയ്യുന്നത് കൊണ്ട് ഒരുത്തനെ ക്രിസ്ത്യാനികളായി ഞങ്ങൾ ദൈവമാക്കുമെങ്കിൽ ആരെ ദൈവമാക്കണം? മോശയെ നമ്മൾ ദൈവമാക്കിയിട്ടുണ്ടോ? മോശയെ അങ്ങേ അറ്റം വന്നാൽ ഞങ്ങൾ പറയുന്നതാണ് ദൈവത്തിൻ്റെ ദാസൻ എന്നാണ്. ദൈവത്തിൻ്റെ പ്രവാചകൻ, ദൈവത്തിൻ്റെ ദാസൻ. ഞങ്ങൾ ദൈവമാക്കിയില്ല. അങ്ങനെയാണ് ഒരു അത്ഭുതം ചെയ്തുകൊണ്ട് ആരെയും ഞങ്ങൾ ദൈവമാക്കിയില്ലെന്ന് നീ മനസ്സിലാക്കണം. അതുകൊണ്ട് അത്ഭുതം ചെയ്യുന്ന ക്രിസ്തുവിനെ നമുക്ക് വേണ്ട. ഇവിടെ യേശു ക്രിസ്തുവിൻ്റെ പേര് പറഞ്ഞ് എന്നാ റിച്ചാർഡ് പോങ്കെ, പിന്നെ എന്നാ തങ്കു ഹിങ്കു എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ കളിപ്പിക്കുന്ന കുറേ ആളുകളുണ്ട്. അതെല്ലാം ക്രിസ്തുമാർഗത്തുമായി ബന്ധമുള്ളതല്ല. അവിടെ പ്രിയ ശ്രീ, ഇതെല്ലാം പണം ഉണ്ടാക്കുന്ന മാർഗമാണ്. അതുകൊണ്ട് ഇതിൻ്റെ പിന്നാലെ കളിപ്പിക്കൽ പ്രസ്ഥാനങ്ങളാണ്. യേശു ക്രിസ്തു അത്ഭുതം ചെയ്തപ്പോൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, പിലാത്തോസ്, ഹെരോദാസ്, യഹൂദ സന്നിധി സംഘം വരൂ, കാണൂ, നോക്കൂ, വിശ്വസിക്കൂ എന്ന് പറഞ്ഞ് ചെയ്തിട്ടാണോ? ഞാനിതാ കടലിൽ മേൽ നടക്കാൻ പോവുകയാണ്, വിളംബരം ചെയ്തോ? ഒരു വിളംബരവുമില്ല. ആവശ്യം വന്നപ്പോൾ നടന്ന് കാണിച്ചു, ആവശ്യം തന്നെ ഉയർത്തിച്ചു. അല്ലാതെ യേശു വിളംബരത്തിന് വേണ്ടി അത്ഭുതം ചെയ്തത്. ഇവിടെ വരുന്ന കൊറിയാക്കാരൻ വന്നാലും ബോംഗെ വന്നാലും ഡീങ്കെ വന്നാലും എല്ലാം വിളംബരം ചെയ്ത് ആളുകളെ കബളിപ്പിക്കുകയാണ്. ഇന്ത്യയെ പോലെ ആധ്യാത്മിക പാരമ്പര്യമുള്ള രാജ്യത്ത് എന്തിനാണ് ഇത്തരം ചെപ്പടി വിദ്യകൾ? നേരെ മറിച്ച് യേശുക്രിസ്തുവിനെ എങ്ങനെ പ്രസംഗിക്കണം അത് ഞാൻ വിശദീകരിക്കുന്നില്ല. അടുത്ത ഭാഗത്ത് യേശുക്രിസ്തു ലോകം എന്തിനാണ്? യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ വന്നത് 2 കാര്യം. 1, പാപികളെ രക്ഷിക്കുക. 2, ദൈവത്തെ വെളിപ്പെടുത്തുക. ദൈവത്തെ വെളിപ്പെടുത്തുന്നത് എങ്ങനെയെന്ന് ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. എന്നാൽ യേശുക്രിസ്തു എന്തിനാണ് വന്നത്? ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞതാണ്, പരിത്രാണായ സാധൂനാം വിനാശായ തദ്ഗത. ഞാൻ അവതരിച്ചത്, കൃഷ്ണൻ ദൈവത്തിന്റെ അവതാരമല്ല, അദ്ദേഹം വന്നതെന്തിനാണ്? പാപികളെ കൊല്ല, ഭക്തന്മാരെ രക്ഷിക്കാൻ. അല്ലയോ ക്രിസ്തു, അങ്ങെന്തിനാണ് ലോകത്തിലേക്ക് വന്നത്? അദ്ദേഹം പറഞ്ഞതെന്താണ്? ഞാൻ വന്നതെന്തിനാണ്? പരിത്രാണായ ദുഷ്കൃത. ഞാൻ വന്ന് പാപികളെ രക്ഷിപ്പാൻ ഞാൻ ലോകത്തിൽ വന്നുപോയി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആരെങ്കിലും ലോകത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അവനാണ് ഞാൻ പ്രസംഗിക്കുന്ന നസ്രായനായ യേശു ക്രിസ്തു. അവൻ മാത്രമാണ് പാപികളുടെ രക്ഷിതാവ്. വേറെ ഒരുത്തരും പറഞ്ഞിട്ടില്ല. കൃഷ്ണ, രാമ, ബുദ്ധ, കപില, ഗണാദാദികളോ സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ ആദികളോ പറഞ്ഞിട്ടില്ല ഞാൻ പാപികളെ രക്ഷിപ്പാൻ വന്നുപോയി എന്ന്. യേശു ക്രിസ്തു ആവർത്തിച്ച് പറഞ്ഞു, ഞാൻ പാപികളെ രക്ഷിപ്പാൻ വന്നുപോയി എന്ന്. അങ്ങനെ രക്ഷിപ്പാൻ വന്ന കർത്താവായ യേശു ക്രിസ്തു പാപികളുടെ രക്ഷിതാവെന്ന് മാത്രമല്ല
മാത്രമല്ല അവിടുന്ന് പാപികളെ രക്ഷിക്കാൻ വേണ്ടിയാണ് കാൽവരിയിലെ ക്രൂശിൽ മരിച്ചത്. കാൽവരിയിലെ ക്രൂശിൽ മരിച്ച കർത്താവായ യേശുക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന്. അപ്പോൾ ബൈബിൾ പറയുന്നു സകല മനുഷ്യരും ഒന്നടങ്കം പാപികൾ. ഇത്